ഏഴാം ക്ലാസ്സിലെ സോഷ്യൽ സയൻസിൻ്റെ ആദ്യത്തെ പാഠമാണ് മധ്യകാല ഇന്ത്യ അഥവാ മെഡീവൽ ഇന്ത്യ. അതിൽ മുഗൾ സാമ്രാജ്യം നമ്മൾ ഫസ്റ്റ് പാർട്ടായിട്ട് ചെയ്തു കഴിഞ്ഞു. ഇത് സെക്കൻഡ് പാർട്ടാണ്. വിജയനഗര ഭരണം, പേജ് നമ്പർ 18. മധ്യകാലത്ത് ഡൽഹി കേന്ദ്രമാക്കി മുഗളന്മാർ ഭരിച്ച അതേ സമയത്ത് ദക്ഷിണേന്ത്യ ഭരിച്ചിരുന്ന അല്ലെങ്കിൽ ദക്ഷിണേന്ത്യയിൽ നിലനിന്നിരുന്ന ഒരു രാജവംശമാണ് വിജയനഗര സാമ്രാജ്യം. വിജയനഗരം അഥവാ വിജയത്തിൻ്റെ നഗരം ഒരേ സമയം ഒരു നഗരത്തിൻ്റെയും രാജ്യത്തിൻ്റെയും പേരായിരുന്നു. സി 1565 ഈ നഗരം നശിപ്പിക്കപ്പെടുകയും തുടർന്നുള്ള നൂറ്റാണ്ടുകളിൽ അത് ജനമനസ്സുകളിൽ മാത്രം നിലനിൽക്കുകയും ചെയ്തു. അവരുടെ ഓർമ്മയിൽ അത് ഹംപി എന്ന പേരിൽ നിലനിന്നിരുന്നു. 1800 കേണൽ മക്കൻസി എന്ന ഇംഗ്ലീഷ് ഈസ്റ്റ് ഇന്ത്യ കമ്പനി ഉദ്യോഗസ്ഥനാണ് ഹംപിയുടെ അവശിഷ്ടങ്ങൾ കണ്ടെത്തിയത്. അതിലൂടെയാണ് വിജയനഗരത്തിൻ്റെ ചരിത്രത്തിലേക്ക് ഗവേഷകരുടെ ശ്രദ്ധ പതിച്ചത്. അതായത് വിജയനഗരം എന്ന പേര് ഒരു നഗരത്തിൻ്റെയും അതുപോലെ ഒരു രാജ്യത്തിൻ്റെയും പേരാണ്. 1565 സി 1565 ഈ സാമ്രാജ്യം പൂർണ്ണമായും നശിപ്പിക്കപ്പെട്ടു. അതിനുശേഷം അങ്ങനെ ഒരു സാമ്രാജ്യം അവിടെ ഇല്ലായിരുന്നു. പക്ഷെ അത് ജനങ്ങളുടെ മനസ്സിലിങ്ങനെ പറഞ്ഞു പറഞ്ഞ് കേട്ട് അത് ഹംപി എന്ന പേരിൽ നിലനിന്നിരുന്നു. 1800 അതായത് ബ്രിട്ടീഷുകാർ ഇന്ത്യ ഭരിച്ചുകൊണ്ടിരുന്നപ്പോൾ കേണൽ മക്കൻസി എന്ന് പറയുന്ന ഒരു ഈസ്റ്റ് ഇന്ത്യ കമ്പനി, ബ്രിട്ടീഷുകാർ ആദ്യം ഇവിടെ സ്ഥാപിച്ച കമ്പനിയാണ് ഈസ്റ്റ് ഇന്ത്യ കമ്പനി. അപ്പോൾ ആ ഈസ്റ്റ് ഇന്ത്യ കമ്പനിയുടെ ഒരു ഉദ്യോഗസ്ഥനായിരുന്ന കേണൽ മക്കൻസി ഈ ഹംപിയുടെ അവശിഷ്ടങ്ങൾ കണ്ടെത്തി. അപ്പോൾ അദ്ദേഹത്തിന് മനസ്സിലായി ഇവിടെ എന്തോ ഒരു ചരിത്രപരമായ ഒരു ശേഷിപ്പുകൾ ഉണ്ട് എന്ന്. അങ്ങനെ അത് കൂടുതൽ ഗവേഷണത്തിന് വഴിതെളിയിച്ചു. അങ്ങനെ ഹംപിയുടെ അവശിഷ്ടങ്ങൾ കണ്ടെത്തി. ഇന്നും ഇന്ത്യയിലെ തിരക്കുള്ള ഒരു ടൂറിസ്റ്റ് സ്പോട്ടാണ് ഹംപി. അതിന് താഴെയായി കൃഷ്ണദേവരായരുടെ കാലത്തെ വിജയനഗര സാമ്രാജ്യം തന്നിട്ടുണ്ട്. വിജയനഗര സാമ്രാജ്യത്തിലെ ഏറ്റവും പ്രശസ്തനായ രാജാവായിരുന്നു കൃഷ്ണദേവരായർ. ഇനി ഭൂപടം നിരീക്ഷിച്ച് വിജയനഗരത്തിൽ ഉൾപ്പെട്ട ഇന്നത്തെ ഇന്ത്യൻ സംസ്ഥാനങ്ങൾ കണ്ടെത്തി പട്ടികപ്പെടുത്തു. അപ്പം ഇന്നത്തെ ഇന്ത്യൻ സംസ്ഥാനങ്ങൾ എന്ന് പറയുന്ന കർണാടക, തമിഴ്നാട്, ആന്ധ്രാപ്രദേശ്, അതുപോലെ മഹാരാഷ്ട്രയുടെയും തെലുങ്കാനയുടെയും കുറച്ച് ഭാഗങ്ങൾ, ഇവയെല്ലാം വിജയനഗര സാമ്രാജ്യത്തിൻ്റെ കീഴിലായിരുന്നു. ഇനി വിജയനഗര രാജാക്കന്മാർ. വിജയനഗര സാമ്രാജ്യത്തിലെ പ്രധാനപ്പെട്ട രാജാക്കന്മാർ ആരൊക്കെയെന്ന് നോക്കാം. സംഗമ രാജവംശം ഹരിഹരനും ബുക്കനും. സാലുവ വംശം നരസിംഹ സാലുവ. തുളുവ വംശം വീരനരസിംഹൻ കൃഷ്ണദേവരായർ. അരവിടു വംശം തിരുമല വെങ്കിട ഫസ്റ്റ്. ഹരിഹരൻ, ബുക്കൻ എന്നീ സഹോദരന്മാരാണ് സി 1336 വിജയനഗര സാമ്രാജ്യം സ്ഥാപിച്ചത്. ഇത് നമ്മൾ 6ാം ക്ലാസ്സിൽ പഠിച്ചിട്ടുള്ളതാണ്. അതൊരു വൺ വേർഡ് ക്വസ്റ്റ്യൻ ആയിട്ടും വരാം. ആരാണ് വിജയനഗര സാമ്രാജ്യം സ്ഥാപിച്ചത് അല്ലെങ്കിൽ വിജയനഗരം സ്ഥാപിച്ചത്? ആരാണ്? ഹരിഹരനും ബുക്കനും. ദക്ഷിണേന്ത്യയിലെ ശക്തവും സമ്പന്നവുമായ രാജ്യമായിരുന്ന വിജയനഗരത്തിലെ ഏറ്റവും പ്രശസ്തനായ ഭരണാധികാരിയായിരുന്നു കൃഷ്ണദേവരായർ. അദ്ദേഹത്തെക്കുറിച്ച് യൂറോപ്യൻ സഞ്ചാരിയായ ബാർബോസ പറഞ്ഞ വാക്കുകൾ നമുക്ക് പരിചയപ്പെടാം. അതായത് കൃഷ്ണദേവരായർ വിജയനഗര സാമ്രാജ്യം ഭരിച്ചുകൊണ്ടിരുന്ന കാലത്ത് യൂറോപ്യൻ സഞ്ചാരിയായ ബാർബോസ ഇവിടെ എത്തിയിരുന്നു. ഇപ്പോൾ ബാർബോസ ഈ സാമ്രാജ്യത്തെപ്പറ്റി എഴുതിയ ഒരു കുറിപ്പാണ്, പ്രത്യേകിച്ച് കൃഷ്ണദേവരായരെക്കുറിച്ച്. ഏതൊരാൾക്കും യാതൊരു അസ്വാരസ്യവുമില്ലാതെ ക്രിസ്ത്യാനിയെന്നോ ജൂതനെന്നോ മൂറെന്നോ കിരാതനെന്നോ വ്യത്യാസമില്ലാതെ തൻ്റെ വിശ്വാസം നിലനിർത്തിക്കൊണ്ട് വന്നു പോകുന്നതിനും ജീവിക്കുന്നതിനും യാതൊരു തടസ്സവുമില്ലാത്ത വിധം രാജാവ് സ്വാതന്ത്ര്യം അനുവദിച്ചിരുന്നു. രാജ്യത്തെ നീതിന്യായ വ്യവസ്ഥയും സമത്വം നിറഞ്ഞതാണ്. ബാർബോസ ഇന്ത്യ സന്ദർശിച്ച പോർച്ചുഗീസ് സഞ്ചാരി. അപ്പോൾ അവിടെയും ഒരു ക്വസ്റ്റ്യൻ വരാം. വിജയനഗര സാമ്രാജ്യത്തിൻ്റെ കാലത്ത് ഇന്ത്യ സന്ദർശിച്ച പോർച്ചുഗീസ് സഞ്ചാരി ആര് എന്ന് ചോദിച്ചാൽ ബാർബോസയാണ്. അപ്പോൾ അദ്ദേഹം എന്താണ് പറഞ്ഞത്? അതായത് ക്രിസ്ത്യാനിക്കോ മുസ്ലിമിനോ ഹിന്ദുക്കൾക്കോ യാതൊരു വ്യത്യാസവും കൂടാതെ എല്ലാവിധ സ്വാതന്ത്ര്യങ്ങളോടും കൂടി ജീവിക്കാൻ പറ്റിയ ഒരു സാമ്രാജ്യമായിരുന്നു വിജയനഗര സാമ്രാജ്യം. രാജാവ് എല്ലാ തരത്തിലുള്ള സ്വാതന്ത്ര്യവും ജനങ്ങൾക്ക് അനുവദിച്ച് കൊടുത്തിരുന്നു. ഇഷ്ടമുള്ള മതത്തിൽ വിശ്വസിക്കാനും ഇഷ്ടമുള്ള സ്ഥലത്ത് പോകാനും അന്നത്തെ കാലത്ത് സ്വാതന്ത്ര്യമുണ്ടായിരുന്നു. കൃഷ്ണദേവരായരുടെ ഭരണകാലം രാജ്യവ്യാപനത്തിൻ്റെയും വികസനത്തിൻ്റെയും കാലഘട്ടമായിരുന്നു. രാജ്യവ്യാപനം എന്ന് പറഞ്ഞാൽ രാജ്യം വിസ്തൃതമാക്കി, കൂടുതൽ കൂടുതൽ യുദ്ധങ്ങൾ ചെയ്ത് കൂടുതൽ കൂടുതൽ പ്രദേശങ്ങൾ അദ്ദേഹം പിടിച്ചടക്കി. അതുപോലെ വികസനം, പുതിയ പുതിയ കാര്യങ്ങളൊക്കെ വന്നു. ധാരാളം നിർമ്മാണ പ്രവർത്തനങ്ങൾ അദ്ദേഹത്തിൻ്റെ കാലത്ത് നടത്തിയിരുന്നു. തലസ്ഥാന നഗരിയായ ഹംപിയിൽ കൂടുതൽ സൗകര്യങ്ങൾ ഏർപ്പെടുത്തിയോടൊപ്പം കോട്ടകളും കൊട്ടാരങ്ങളും ക്ഷേത്രങ്ങളും പണി കഴിപ്പിച്ചിരുന്നു.
മതസഹിഷ്ണുതയായിരുന്നു അദ്ദേഹത്തിൻ്റെ പ്രശസ്തിക്ക് പ്രധാന കാരണം. മതസഹിഷ്ണുത എന്ന് പറയുന്നത് എല്ലാ മതങ്ങളോടും സമഭാവനയോടെ പെരുമാറുന്നു, എല്ലാ മതങ്ങളെയും സഹിക്കാൻ അല്ലെങ്കിൽ എല്ലാ മതങ്ങളോടും ഒരുപോലെ പെരുമാറാൻ കഴിവ്, അതാണ് മതസഹിഷ്ണുത. എല്ലാ മതങ്ങളെയും ഒരുപോലെ പരിഗണിക്കുകയും വിവിധ മതസ്ഥർക്ക് അവരുടേതായ വിശ്വാസങ്ങൾ നിലനിർത്തിക്കൊണ്ട് ജീവിക്കാനുള്ള എല്ലാ സ്വാതന്ത്ര്യവും അനുവദിക്കുകയും ചെയ്തിരുന്നു. കൃഷ്ണദേവരായരുടെ കാലത്ത് കലാ, സാഹിത്യ, സാംസ്കാരിക മേഖലകളും ശ്രദ്ധേയമായ പുരോഗതി കൈവരിച്ചിരുന്നു. അസാമാന്യമായ പാണ്ഡിത്യം എന്ന് പറഞ്ഞാൽ ഭയങ്കരമായ അറിവ്, ആഴത്തിലുള്ള അറിവ് അദ്ദേഹത്തിന് എല്ലാ വിഷയങ്ങളിലും ഉണ്ടായിരുന്നു. അദ്ദേഹം അമുക്തമാല്യത, ജാമ്പവതി കല്യാണം എന്നീ കൃതികൾ രചിച്ചിട്ടുണ്ട്. തെലുങ്ക്, കന്നഡ, തമിഴ് സാഹിത്യങ്ങളെ അദ്ദേഹം പ്രോത്സാഹിപ്പിച്ചിരുന്നു. അഷ്ടദ്വിഗജങ്ങൾ എന്നറിയപ്പെട്ടിരുന്ന പണ്ഡിതർ കൃഷ്ണദേവരായരുടെ സദസ്സിനെ അലങ്കരിച്ചിരുന്നു. അതായത് രാജ്യവിസ്തൃതി കൂട്ടാൻ അദ്ദേഹം വളരെ ശക്തിമാനായ ഒരു രാജാവായിരുന്നു എന്ന് നമുക്ക് മനസ്സിലായി. മറ്റുള്ള മതങ്ങളോട് സഹിഷ്ണുതയുള്ളതുകൊണ്ട് അദ്ദേഹം നല്ലൊരു മനുഷ്യനായിരുന്നു എന്ന് നമുക്ക് മനസ്സിലായി. അതുപോലെ തന്നെ അദ്ദേഹത്തിന് ആഴത്തിലുള്ള അറിവുണ്ടായിരുന്നു. ജാമ്പവതി കല്യാണം, അമുക്തമാല്യത എന്നിവ അദ്ദേഹത്തിൻ്റെ 2 പുസ്തകങ്ങളാണ്. ഇനി അക്ബറിൻ്റെയും കൃഷ്ണദേവരായരുടെയും മതനയം താരതമ്യം ചെയ്ത് കുറിപ്പ് തയ്യാറാക്കുക. നമ്മൾ അക്ബറിൻ്റേത് കണ്ടിരുന്നു. എല്ലാ മതങ്ങളിലെ പണ്ഡിതന്മാരുമായി ചർച്ച നടത്താൻ അദ്ദേഹം കേന്ദ്രങ്ങൾ സ്ഥാപിച്ചു. അദ്ദേഹം എല്ലാ മതങ്ങളിലെയും നല്ല വശങ്ങൾ കൂട്ടിച്ചേർത്ത് പുതിയ മതം രൂപീകരിച്ചു. അതുപോലെ എല്ലാ മതത്തിൽപ്പെട്ടവർക്കും ജീവിക്കാനുള്ള സ്വാതന്ത്ര്യം ഉണ്ടായിരുന്നു. അതുപോലെ തന്നെയായിരുന്നു കൃഷ്ണദേവരായരുടെ കാലത്തും. എല്ലാ മതങ്ങൾക്കും എല്ലാ രീതിയിലും ജീവിക്കാനുള്ള സ്വാതന്ത്ര്യം ഉണ്ടായിരുന്നു. ഇനി ഭരണ സംവിധാനം. വിജയനഗര ഭരണത്തിലും രാജവാഴ്ചയാണ് നിലനിന്നിരുന്നത്. ഭരണ സൗകര്യത്തിനായി രാജ്യത്തെ മണ്ഡലങ്ങൾ, നാടുകൾ, സ്ഥലം, ഗ്രാമങ്ങൾ എന്നിങ്ങനെ വിഭജിച്ചിരുന്നു. രാജാവിനെ സഹായിക്കാൻ മന്ത്രിസഭ ഉണ്ടായിരുന്നു. മന്ത്രിമാരെ തരം താഴ്ത്തുന്നതിനും ശിക്ഷിക്കുന്നതിനുമുള്ള അധികാരം രാജാവിനുണ്ടായിരുന്നു. നീതി നിർവഹണത്തിനായി വിവിധ തലത്തിലുള്ള കോടതികൾ സ്ഥാപിച്ചിരുന്നു. അപ്പീൽ അധികാരി രാജാവ് തന്നെയായിരുന്നു. ചെറിയ കുറ്റങ്ങളും തൊഴിൽപരമായ പ്രശ്നങ്ങളും ഗ്രാമങ്ങളിലെ കോടതികൾ തന്നെ കൈകാര്യം ചെയ്തിരുന്നു. അതായത് രാജാവിന് ഭരണത്തിന് എളുപ്പത്തിനായിട്ട് രാജ്യത്തെ പല മണ്ഡലങ്ങൾ അല്ലെങ്കിൽ അതിനു താഴെ നാടുകൾ, അതിനുശേഷം സ്ഥലം അഥവാ ഉപജില്ലകൾ, ഗ്രാമങ്ങൾ എന്നിങ്ങനെ വിഭജിച്ചിരുന്നു. അത് തന്നെയാണ് നമ്മുടെ ഇന്നും ഇന്ത്യയിലും കേരളത്തിലുമൊക്കെയുള്ള ഭരണക്രമം. പല ജില്ലയായിട്ട് പിന്നെ പഞ്ചായത്ത് അങ്ങനെ നമ്മൾ വിഭജിച്ചിട്ടില്ലേ? അതുപോലെ തന്നെ രാജഭരണകാലത്തും അങ്ങനെയായിരുന്നു. എല്ലായിടത്തും കോടതികൾ ഉണ്ടായിരുന്നു. എന്നാൽ ഈ കോടതികളിൽ എന്തെങ്കിലും പരാതി നമുക്കുണ്ടെങ്കിൽ, അതായത് കോടതിയുടെ തീർപ്പിൽ നമുക്ക് വിശ്വാസമില്ലെങ്കിൽ രാജാവിന് നേരിട്ട് പരാതി കൊടുക്കാനുള്ള അധികാരമുണ്ടായിരുന്നു. ചെറിയ കുറ്റങ്ങളും തൊഴിൽപരമായ പ്രശ്നങ്ങളും ഒക്കെ ഗ്രാമങ്ങളിൽ തന്നെ പരിഹരിച്ചിരുന്നു. വലിയ പ്രശ്നങ്ങൾ മുകളിലേക്ക് കൊണ്ടുപോയിരുന്നു. വിജയനഗരത്തിലെ ഭരണ സംവിധാനത്തിൽ പ്രധാന പങ്ക് വഹിച്ചിരുന്നവരായിരുന്നു നായകന്മാരും അമരനായകന്മാരും. സൈനിക മേധാവികൾ അമരനായകന്മാർ എന്ന പേരിലാണ് അറിയപ്പെടുന്നത്. രാജാക്കന്മാർ ഇവർക്കായി ഭൂപ്രദേശങ്ങൾ അനുവദിച്ചു നൽകിയിരുന്നു. ഈ പ്രദേശങ്ങൾ അമര എന്നറിയപ്പെട്ടു. അമരത്തിന്റെ ഭരണം നിർവഹിച്ചിരുന്നത് അമരനായകന്മാരായിരുന്നു. ഈ പ്രദേശങ്ങളുടെ നികുതി പിരിക്കുന്നതിനുള്ള അവകാശം അമരനായകന്മാർക്കായിരുന്നു. അമരനായകർ രാജാവിന് ഒരു നിശ്ചിത തുക നൽകിയിരുന്നു. ഇവർ ഒരു നിശ്ചിത എണ്ണം കാലാളുകൾ, കുതിരകൾ, ആനകൾ എന്നിവ നിലനിർത്തിയിരുന്നു. ഈ വ്യവസ്ഥയെ അമരനായക സംവിധാനം എന്നാണ് വിളിക്കുന്നത്. അതായത് രാജ്യത്തിലെ സൈനികരെ പല ഭാഗങ്ങളായിട്ട് തിരിച്ച് ഓരോ ഭാഗവും അമരനായകന്മാർ എന്ന സൈനിക നായകന്മാർക്ക് കൊടുത്തിരുന്നു. അപ്പോൾ അവർക്ക് ഭൂപ്രദേശങ്ങൾ, ഒരു ഭൂമി, ഒരു വലിയ പ്രദേശം അവർക്ക് കൊടുത്തിരുന്നു. അതിൻ്റെ നികുതിയും അവർക്ക് പിരിക്കാം. എന്നിട്ട് അതിൻ്റെ ഒരു ഭാഗം രാജാവിന് കൊടുക്കണം. അപ്പോൾ ഈ അമരനായകൻ രാജാവിന് ഒരു നിശ്ചിത തുക നികുതി കൊടുക്കണം, ബാക്കി തുക അവർക്ക് എടുക്കാം. അപ്പം ഈ അമരനായകന്മാരുടെ കീഴിൽ ഒരു നിശ്ചിത എണ്ണം കാലാളുകൾ എന്ന് പറയുന്നത് സൈനികർ, കുതിരകൾ, ആനകൾ എന്നിവ നിലനിർത്തിയിരുന്നു. ഇതേ ഒരു സംവിധാനമാണ് അക്ബറുടെ കാലത്ത് മാൻസബ്ദാരി എന്ന പേരിൽ നമ്മൾ പഠിച്ചത്. അവിടെയും ഒരു പ്രധാനപ്പെട്ട ഉദ്യോഗസ്ഥന് കീഴിൽ കുറേ സൈനികരെയും ആനകളെയും കുതിരകളെയും ഒക്കെ കൊടുത്തിരുന്നു. അത്രയും പേരുടെ ഉത്തരവാദിത്തം ആ പ്രധാനപ്പെട്ട സൈനികനായിരുന്നു. അത് തന്നെയാണ് ഇവിടെയും ഉള്ള അമര നായകന്മാരും. സാമൂഹ്യ സാമ്പത്തിക സ്ഥിതി. വിവിധ ജാതി-മത വിഭാഗങ്ങൾ ഉൾപ്പെട്ടതായിരുന്നു വിജയനഗര സമൂഹം. ബ്രാഹ്മണർക്കായിരുന്നു ജാതിയിൽ മേധാവിത്വം. ക്ഷേത്രങ്ങൾക്ക് അനുവദിച്ചിരുന്ന ഭൂമിയിൽ നിന്നുള്ള വരുമാനം ഇവർക്ക് അവകാശപ്പെട്ടതായിരുന്നു. ക്ഷേത്രങ്ങളിലെ പൂജാതി കർമ്മങ്ങൾ, മതപരമായ ചടങ്ങുകൾ തുടങ്ങിയവയ്ക്ക് നേതൃത്വം നൽകിയത് ബ്രാഹ്മണരായിരുന്നു. സമൂഹത്തിലെ മറ്റു വിഭാഗങ്ങൾ കൃഷി, കച്ചവടം,
കൈത്തൊഴിലുകൾ തുടങ്ങിയ മേഖലകളിലാണ് മുഖ്യമായും ഏർപ്പെട്ടിരുന്നത്. രാജകൊട്ടാരത്തിൽ രാജകീയ കണക്കുകൾ തയ്യാറാക്കാനും പൂന്തോട്ടം അലങ്കരിക്കാനും രാജാക്കന്മാർ സ്ത്രീകളുടെ സംവിധാനം ഉൾപ്പെടുത്തിയിരുന്നു. അതായത് ബ്രാഹ്മണരായിരുന്നു സമൂഹത്തിൽ ഏറ്റവും ഉയർന്ന വിഭാഗത്തിൽ ഉണ്ടായിരുന്നത്, അതായത് മേധാവിത്വം. ക്ഷേത്രങ്ങൾ, അമ്പലങ്ങളോടനുബന്ധിച്ചുള്ള ഭൂമിയിൽ നിന്നുള്ള വരുമാനമൊക്കെ ബ്രാഹ്മണന്മാർക്ക് എടുക്കാമായിരുന്നു. മതപരമായ ചടങ്ങുകൾക്കെല്ലാം അവരാണ് നേതൃത്വം നൽകിയിരുന്നത്. സമൂഹത്തിലെ മറ്റുള്ളവർ കൃഷി, കച്ചവടം, കൈത്തൊഴിൽ അങ്ങനെയുള്ള വിഭാഗങ്ങളായിരുന്നു. അതുപോലെ പൂന്തോട്ടം അലങ്കരിക്കാനും കൊട്ടാരത്തിലെ പലവിധ ജോലികൾക്കുമായിട്ട് സ്ത്രീകളെ ജോലിക്ക് വെച്ചിരുന്നു. സമ്പന്നരുടെ ഇടയിൽ ബഹുഭാര്യാത്വം നിലനിന്നിരുന്നു. എന്ന് പറഞ്ഞാൽ ഒന്നിൽ കൂടുതൽ ഭാര്യമാർ ഉണ്ടായിരുന്നു. ശൈശവ വിവാഹം, സതീ സമ്പ്രദായം എന്നിവയും ഉണ്ടായിരുന്നു. ശൈശവ വിവാഹം എന്ന് പറയുന്നത് ചെറിയ കുട്ടികളായിരിക്കുമ്പോഴേ പെൺകുട്ടികളെ കല്യാണം കഴിപ്പിക്കുന്നത്. സതീ സമ്പ്രദായം എന്ന് പറയുന്നത് ഭർത്താവ് മരിച്ച ആ ചിതയിലേക്ക് ചാടി ഭാര്യ ജീവനോടെ ആ ചിതയിലേക്ക് ചാടി മരിക്കുക, അതാണ് സതീ സമ്പ്രദായം. ഇതൊക്കെ പിന്നീട് നിരോധിക്കപ്പെട്ടു എങ്കിലും വിജയനഗര സാമ്രാജ്യത്തിൽ അന്ന് ഇതൊക്കെ നിലനിന്നിരുന്നു. ഇനി വിജയനഗര സാമ്രാജ്യം സ്ഥാപിച്ച മറ്റൊരു പോർച്ചുഗീസ് സഞ്ചാരിയായ ഡൊമിംഗോ പയസിന്റെ ഒരു കുറിപ്പാണ്. മുന്നോട്ടു പോകുമ്പോൾ നിങ്ങളുടെ മുന്നിൽ വിശാലവും മനോഹരവുമായ ഒരു തെരുവുണ്ട്. ഈ തെരുവിൽ നിരവധി വ്യാപാരികൾ ജീവിക്കുന്നു. അവിടെ നിങ്ങൾക്ക് മാണിക്യക്കല്ലുകളും മരതകങ്ങളും പവിഴങ്ങളും മുത്തുകളും തുണിത്തരങ്ങളും വിൽപ്പനയ്ക്ക് വെച്ചിരിക്കുന്നത് കാണാം. അവിടെ കുതിരകൾ, ഓറഞ്ച്, മുന്തിരി, തടി എന്നിവയെല്ലാം വിൽക്കുന്നു. അപ്പോൾ ഈ ഒരു വിവരണത്തിൽ നിന്ന് നമുക്ക് മനസ്സിലാകും അവിടുത്തെ തെരുവുകളിൽ, സ്ട്രീറ്റുകളിലൊക്കെ ധാരാളം വസ്തുക്കളുടെ കച്ചവടങ്ങൾ നടന്നിരുന്നു. മാണിക്യക്കല്ല്, മരതകം, മുത്ത്, കുതിര, ഓറഞ്ച്, മുന്തിരി. അപ്പം വളരെ സമ്പൽ സമൃദ്ധമായ ഒരു സാമ്രാജ്യമായിരുന്നു വിജയനഗരം. വിജയനഗരത്തിന്റെ പ്രൗഢി ആ രാജ്യം സന്ദർശിച്ച ഒട്ടേറെ സഞ്ചാരികൾ രേഖപ്പെടുത്തിയിട്ടുണ്ട്. ജനങ്ങളുടെ പ്രധാന തൊഴിൽ കൃഷിയായിരുന്നു. അതിപ്പോൾ നമ്മൾ പഠിച്ച മിക്ക സാമ്രാജ്യത്തിലെയും ജനങ്ങളുടെ പ്രധാന തൊഴിൽ ഏതായിരുന്നു? കൃഷി. സിൽക്ക്, പരുത്തി വസ്ത്രങ്ങളാണ് സാധാരണ ഉപയോഗിച്ചിരുന്നത്. വിജയനഗരത്തിന്റെ ചുറ്റുമുള്ള വരണ്ടു കിടക്കുന്ന പ്രദേശങ്ങളെ ജലസേചന യോഗ്യമാക്കി 15-ാം നൂറ്റാണ്ടിൽ നിർമ്മിച്ച കമലാപുരം കുളവും ഹിരിയക കനാലും തുംഗഭദ്ര നദിക്ക് കുറുകെ കെട്ടിയ അണക്കെട്ടും കാർഷിക മേഖലയെ പുഷ്ടിപ്പെടുത്തി. അപ്പോൾ അന്നത്തെ കാലത്ത് 15-ാം നൂറ്റാണ്ടിൽ പോലും അണക്കെട്ടുകൾ കെട്ടി കൃഷിക്ക് ആവശ്യമായ ജലം കണ്ടെത്തി. ഭൂമി സർവേ ചെയ്ത ഗുണനിലവാരം അനുസരിച്ച് നികുതി നിശ്ചയിച്ചിരുന്നു. ഭൂനികുതിക്ക് പുറമെ തൊഴിൽ നികുതി, വീട്ടുനികുതി, വിവിധ തരത്തിലുള്ള ലൈസൻസ് ഫീസുകൾ, കോടതി ശിക്ഷ അനുസരിച്ചുള്ള പിഴകൾ എന്നിവയായിരുന്നു ഗവൺമെന്റിന്റെ പ്രധാന വരുമാനങ്ങൾ. അപ്പോൾ കൃഷിയാണ് ജനങ്ങളുടെ പ്രധാന വരുമാനം. സർക്കാരിൻ്റെ അല്ലെങ്കിൽ ആ സാമ്രാജ്യത്തിൻ്റെ പ്രധാന വരുമാനം എന്ന് പറയുന്നത് തൊഴിൽ നികുതി, വീട്ടുനികുതി, വിവിധ തരത്തിലുള്ള ലൈസൻസ് ഫീസുകൾ, കോടതി ശിക്ഷ അനുസരിച്ചുള്ള പിഴകൾ എന്നിവയായിരുന്നു ഗവൺമെന്റിന്റെ പ്രധാന വരുമാനങ്ങൾ. വിജയനഗരം ഒരു വലിയ വ്യാപാര കേന്ദ്രമായി വികാസം പ്രാപിച്ചു. ഇന്ത്യയുടെയും ലോകത്തിന്റെയും വിവിധ ഭാഗങ്ങളിൽ നിന്നും വ്യാപാരികൾ പേരുകേട്ട വിജയനഗരത്തിൽ എത്തിച്ചേർന്നു. വളരെ വലിയ രീതിയിലുള്ള കച്ചവടം വിജയനഗര സാമ്രാജ്യത്തിൽ ഉയർന്നു വന്നു. അങ്ങനെ മറ്റു രാജ്യങ്ങളിൽ നിന്നും ആൾക്കാർ ഇവിടേക്ക് എത്തിത്തുടങ്ങി. ഭരണാധികാരികൾ വിദേശ വ്യാപാരത്തിന് വളരെയേറെ പ്രോത്സാഹനം നൽകി. പോർച്ചുഗീസുകാർക്കും അറബികൾക്കുമായിരുന്നു വിദേശ വ്യാപാരത്തിന്റെ കുത്തക. ചൈന, ശ്രീലങ്ക എന്നീ രാജ്യങ്ങളുമായും വ്യാപാരം നടന്നിരുന്നു. പോർച്ചുഗീസുകാരും അറബികളുമൊക്കെ ഇവിടെ കച്ചവടത്തിനായിട്ട് വന്നുപോയി. ശ്രീലങ്കയും ചൈനയുമായിട്ടൊക്കെ അന്നത്തെ കാലത്ത് വിജയനഗര സാമ്രാജ്യത്തിന് വ്യാപാര ബന്ധം ഉണ്ടായിരുന്നു. അറേബ്യ, മധ്യേഷ്യ എന്നിവിടങ്ങളിൽ നിന്ന് കൊണ്ടുവരുന്ന കുതിരകളുടെ കച്ചവടം പ്രധാനമായും നടത്തിയിരുന്നത് അറബികളായിരുന്നു. കുതിരകൾ കച്ചവടത്തിലെ ഒരു പ്രധാന ഇനമായിരുന്നു. കുതിരക്കച്ചവടത്തിൽ ഏർപ്പെട്ടിരുന്ന പ്രാദേശിക കച്ചവടക്കാർ കുതിരച്ചെട്ടികൾ എന്നറിയപ്പെടുന്നു. കാലക്രമേണ അറബികളെ പിന്തള്ളി പോർച്ചുഗീസുകാർ ഈ കച്ചവടത്തിന്റെ നിയന്ത്രണം ഏറ്റെടുത്തു. വ്യാപാരത്തിൽ നിന്നുള്ള വരുമാനം രാഷ്ട്രത്തിന്റെ സമ്പദ് വ്യവസ്ഥയെ ശക്തിപ്പെടുത്തി. നഗരത്തിൽ നിന്ന് ലഭിച്ച ചൈനീസ് മൺപാത്രങ്ങൾ ചൈനയുമായുള്ള കച്ചവട ബന്ധത്തെ സൂചിപ്പിക്കുന്നു. അതായത് അറബികൾ കുതിരക്കച്ചവടത്തിൽ ഏർപ്പെട്ടിരുന്നു വിജയനഗര സാമ്രാജ്യത്തിൽ. ചൈനയിൽ നിന്നുള്ള വ്യാപാര ബന്ധത്തിന്റെ തെളിവായിട്ട് പിന്നീട് ഗവേഷണം, ഇപ്പോൾ ഇന്നത്തെ കാലത്ത് ഹംപിയിൽ ഗവേഷണം നടത്തിയപ്പോൾ ധാരാളം ചൈനീസ് മൺപാത്രങ്ങൾ കണ്ടെത്തിയിട്ടുണ്ട്. ഇനി പേജ് നമ്പർ 28 ഹസാര രാമക്ഷേത്രം ഹംപിയിലെ വിത്തല സ്വാമി ക്ഷേത്രം ഹംപി, ഇത് രണ്ടും പടം തന്നിട്ടുണ്ട്. വിജയനഗര കാലഘട്ടത്തിൽ സാംസ്കാരിക രംഗത്തും വലിയ പുരോഗതി കൈവരിച്ചു. വേദങ്ങളുടെയും ശാസ്ത്രങ്ങളുടെയും പഠനത്തിനു വേണ്ടി നിരവധി പാഠശാലകൾ സ്ഥാപിച്ചിരുന്നു. കല, വാസ്തുവിദ്യ, ശില്പകല, സാഹിത്യം, സംഗീതം തുടങ്ങിയ മേഖലകളിൽ വിജയനഗര കാലത്ത് അഭൂതപൂർവമായ വളർച്ചയുണ്ടായി. വളരെ വേഗത്തിലുള്ള വളർച്ച കലയിലും വാസ്തുവിദ്യയിലും ശില്പകലയിലുമെല്ലാം ഉണ്ടായി.
കൃഷ്ണദേവരായരെ പോലെയുള്ള രാജാക്കന്മാർ കലയുടെയും സാഹിത്യത്തിൻ്റെയും സംരക്ഷകരായിരുന്നു. ദ്രാവിഡ ശില്പരീതിയാണ് കൂടുതൽ പ്രാബല്യത്തിലുണ്ടായിരുന്നത്. നഗര സാമ്രാജ്യത്തിലുണ്ടായിരുന്ന ശില്പരീതിയാണ് ദ്രാവിഡ ശില്പരീതി. ഗോപുരങ്ങൾ എന്നറിയപ്പെടുന്ന ഭീമാകാരമായ ക്ഷേത്ര കവാടങ്ങളാണ് വിജയനഗര ശില്പകലയുടെ പ്രധാന സവിശേഷത. അതായത് അമ്പലങ്ങൾക്ക് അമ്പലത്തിൻ്റെ ഒപ്പം തന്നെ വലിപ്പമുള്ള വളരെ മനോഹരമായ ക്ഷേത്ര കവാടം, അതും ഇങ്ങനെ കല്ലിൽ തന്നെ കൊത്തിയതാണ്, ക്ഷേത്ര കവാടം ഉണ്ടായിരുന്നു. സാഹിത്യരംഗത്തും ഇക്കാലത്ത് വളരെയധികം പുരോഗതി പ്രാപിച്ചു. തെലുങ്ക് സാഹിത്യമാണ് ഏറ്റവും കൂടുതൽ വികാസം പ്രാപിച്ചത്. കൂടാതെ നിരവധി സംസ്കൃത കൃതികൾ വിവിധ പ്രാദേശിക ഭാഷയിലേക്ക് വിവർത്തനം ചെയ്യപ്പെട്ടതും ഈ കാലത്താണ്. സംസ്കൃതത്തിലുണ്ടായിരുന്ന പ്രധാനപ്പെട്ട കൃതികളെല്ലാം പ്രാദേശിക ഭാഷകൾ എന്ന് പറയുന്നത് വിജയനഗര സാമ്രാജ്യത്തിലെ സാധാരണക്കാർ ഉപയോഗിച്ചിരുന്ന പല ഭാഷകൾ അതിലേക്ക് വിവർത്തനം ചെയ്യപ്പെട്ടു. അപ്പം നമുക്ക് ഇത് പഠിക്കുമ്പോൾ മനസ്സിലാവും, വിജയനഗര സാമ്രാജ്യം എല്ലാ തരത്തിലും വളരെ വികാസം പ്രാപിച്ചിരുന്ന ഒരു സാമ്രാജ്യമായിരുന്നു. സാഹിത്യരംഗത്തും കലാരംഗത്തും ശില്പരംഗത്തും അതുപോലെ രാജ്യത്തിൻ്റെ വികസനത്തിലും. കൃഷ്ണദേവരായരായിരുന്നു പ്രധാനപ്പെട്ട രാജാവ്. അന്നത്തെ കാലത്ത് പണിത പ്രധാനപ്പെട്ട 4 ക്ഷേത്രങ്ങളുടെ പിക്ചറുകൾ പേജ് നമ്പർ 22-ലും 23-ലുമായിട്ട് തന്നിട്ടുണ്ട്.